കേട്ടോ. തെന്മലയിലാണ് ഈ സ്ഥലം വരുന്നത്. നമ്മുടെ കുളത്തുപുഴയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകുമ്പോൾ അടുത്ത് വേറൊരു വാട്ടർഫോളും കൂടി വരുന്നുണ്ട്, തെന്മല വാട്ടർഫോൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളുള്ള ഗൈസ് നോക്ക്, ഹലോ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തെന്മല പോകുന്ന വഴിക്ക് കണ്ടിട്ടുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പോകുന്നത് തെന്മലയാണ്. അപ്പൊ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇനി ബാക്കി ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പാർക്ക് വരുന്നത് കേരള ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ബാക്കി വ്യൂസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് കയറിയിരിക്കുന്ന ഒരു സൈഡാണ്. അവിടെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് കയറിയിരിക്കാം. അവിടെ തന്നെ ഒരു കോഫി ബാറും ഉണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ലടിച്ചു, പിന്നെ വീണ്ടും അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യുവാണ്. അപ്പോൾ പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്, ഭയങ്കര രസം ഉണ്ടായിരുന്നു, നല്ല കിടിലൻ വഴിയാണ്, ഭയങ്കര ഫോറസ്റ്റ് വൈബാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് കേട്ടോ. തെന്മലയിലാണ് ഈ സ്ഥലം വരുന്നത്. നമ്മുടെ കുളത്തുപുഴയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകുമ്പോൾ അടുത്ത് വേറൊരു വാട്ടർഫോളും കൂടി വരുന്നുണ്ട്, തെന്മല വാട്ടർഫോൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് വന്യജീവി സങ്കേതത്തിലാണ്, ചെന്തുരുണി വന്യജീവി സങ്കേതം. അപ്പം ഇവിടെ ടിക്കറ്റ് എടുക്കണം എന്നാണ് തോന്നുന്നത്. നമുക്ക് അകത്ത് കയറി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഗൈസ് നോക്ക്, നിറയെ മങ്കീസ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഡാം. നമുക്ക് ആ താഴ്ഭാഗത്തൊക്കെ ഇറങ്ങാൻ പറ്റും, അവിടെയൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്.
ഇതാണ് ആ ഒരു സ്പേസ് വരുന്നത്. ഇവിടെ ഫുൾ നമുക്ക് അങ്ങറ്റം വരെ പോവാം. ഭയങ്കര ഫോറസ്റ്റ് വൈബ് വരുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിറയെ നിരത്തി പിടിച്ച് ഫോട്ടോസ് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് താഴെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നെക്സ്റ്റ് പോകുന്നത് കേട്ടോ. ബോട്ടിങ്, ട്രെക്കിങ്, ജംഗിൾ സവാരി, പിന്നെ ജംഗിൾ ക്യാമ്പിങ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബാംബൂ റാഫ്റ്റിങ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് അകത്തോട്ട് പോയി അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ. എല്ലാം താഴെ ഭാഗത്തോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷനിലോട്ടാണ് ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ തെന്മല വരുന്നവരിൽ ബോട്ടിങ്, ട്രക്കിങ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് അതിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഗൈസ്, നിങ്ങൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് ഇങ്ങനെ ഇടരുത്. ഇതുപോലത്തെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഈ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളത് ഡസ്റ്റ്ബിന്നിൽ മാത്രം ഇടുക, അത് ശ്രദ്ധിക്കുക. കണ്ടോ, അത് കഴിക്കുകയാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് നമ്മളെ ഉപദ്രവിക്കും. ഇവിടെ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അപ്പം പ്ലീസ് ദയവ് ചെയ്ത് ഇത് ഇവർക്ക് ഹാംഫുള്ളാണ്, ഇങ്ങനെ ഇടരുത്. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് ഒറ്റ വഴിയാണ്, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിലോട്ടാണ്, അഥവാ കല്ലട ഡാമിലോട്ടാണ് പോകുന്നത്. ഡാമിൻ്റെ വ്യൂ ഒക്കെ പൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ നേരെ പോയതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയെല്ലാം നല്ല കാട്, നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ മഴ അധികം ഇല്ലായിരുന്നു, പിന്നീടാണ് മഴ പെയ്തത്. അപ്പോൾ ഇതാണ് ഡാമിലോട്ട് പോകുന്ന ആ ഒരു റൂട്ട് കേട്ടോ. ഭയങ്കര ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളിത് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കല്ലട ഡാമിൻ്റെ. അപ്പം ഇതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അഥവാ കല്ലട ഡാമിൻ്റെ പോർഷൻ വരുന്നത്. ഇതിനകത്തോട്ടാണ് നമ്മുടെ ഡാമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതാണ് തെന്മല എക്കോ ടൂറിസത്തിന് അടുത്തുള്ള കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അഥവാ കല്ലട ഡാം. ഇതൊരു എക്കോ ടൂറിസം പോയിൻ്റാണ്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് അധികം ആൾക്കാരൊന്നുമില്ല, കാരണം ഒത്തിരി പേർക്കൊന്നും ഈ സ്ഥലം അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആയിപ്പോയി, അതാണ് സംഭവം. അപ്പം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. കയറിയില്ലെങ്കിൽ കൂടി ഇതിൻ്റെ വ്യൂ ഞാൻ അല്ലാതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്ത് നല്ല രസമാണ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ വേറെ തന്നെ ഒരു ഫീലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്ക് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാണ് ചെയ്തത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മഴയായിരുന്നു. ഫുൾ എൻജോയ് ചെയ്തു, ഫോട്ടോ എടുത്തു, റീൽസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഒത്തിരി അടിപൊളിയായിരുന്നു. ഈ ഒരു വഴിയും ഇതിൻ്റെ ആംബിയൻസും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഈ ഒരു സ്പോട്ട് മെയിനായിട്ട്. അപ്പം ഇതാണ് എൻ്റെ തെന്മല ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തെന്മലയൊക്കെ പോകാത്തവരാണെങ്കിൽ വേഗം വണ്ടി എടുത്തോ, ഇങ്ങോട്ട് വിട്ടോ. കല്ലട നദി. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ ഫുൾ വേലി ഇട്ടിരിക്കുകയാണ്. സോളാറിൻ്റെ വേലിയാണ് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പവർ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാത്തോണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. പിന്നെ താഴോട്ട് നമുക്ക് സ്ട്രിക്റ്റ്ലി ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ ഫുൾ ഇതാണ്. അപ്പം ഇതാണ് അതിൻ്റെ വ്യൂ വരുന്നത്. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴ. ഇപ്പോൾ പെയ്ത് കുറച്ചൊന്ന് തോർന്നിട്ടേ ഉള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ. അല്ലേ